ഏവർക്കും മഞ്ഞപ്പാറ ഓൺലൈനിലേക്ക് സ്വാഗതം. പടയൊരുക്കം എന്ന നമ്മുടെ പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ് ഇന്ന് മഞ്ഞപ്പാറ വാർഡിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് LDF സ്ഥാനാർത്ഥിയായ നിസാം പടിഞ്ഞാറ്റിങ്കരയും UDF സ്ഥാനാർത്ഥിയായ അഫ്സൽ മഞ്ഞപ്പാറയുമാണ്. ഇന്ന് അവരുടെ വിശേഷങ്ങൾ നമുക്ക് കാണാം. മഞ്ഞപ്പാറ വാർഡ് രൂപീകൃതമായതിനു ശേഷമുള്ള 5ാമത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇപ്രാവശ്യത്തേത്. ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു വാർഡുകളിലൊന്നാണ് മഞ്ഞപ്പാറ വാർഡ്. അതുകൊണ്ട് തന്നെ ഏവരും ഉറ്റുനോക്കുന്ന ഒരു വാർഡ് കൂടിയാണ് മഞ്ഞപ്പാറ. ആദ്യമായി മഞ്ഞപ്പാറ വാർഡിലെ LDF സ്ഥാനാർത്ഥി ശ്രീ നിസാം പടിഞ്ഞാറ്റിങ്കരയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന് എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാം. സംവിധായകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇട്ടിവ ഗ്രാമപഞ്ചായത്തിൽ നിന്നും മഞ്ഞപ്പാറ വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എനിക്ക് അരിവാൾ നിൽക്കുന്ന അടയാളത്തിൽ രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരോടും വിനയ പുരസ്സരം അഭ്യർത്ഥിക്കുന്നു. മഞ്ഞപ്പാറയുടെ രാഷ്ട്രീയ സാഹചര്യത്തെയും സ്ഥിതിഗതികളെയും എങ്ങനെ വിലയിരുത്തും? നമ്മുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ മുൻകാല തിരഞ്ഞെടുപ്പുകൾ വെച്ച് നോക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കെട്ടുറപ്പും വേരുറപ്പുമുള്ള ഒരു പ്രദേശവുമാണ്, ഒരു വാർഡാണ് മഞ്ഞപ്പാറ. പതിറ്റാണ്ടുകൾക്ക് മുന്നേ നമ്മുടെ നേതാക്കന്മാർ, മുൻഗാമികൾ പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുടുംബങ്ങളാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ നട്ടെല്ല്. കഴിഞ്ഞ 4 തവണ നമ്മൾ വാർഡിൽ മത്സരിക്കുകയുണ്ടായി മഞ്ഞപ്പാറ. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു വിജയമായിട്ടാണ് ഞാനതിനെ കണക്കാക്കുന്നത്. ഈ 4 തവണയും നമ്മുടെ മുൻ മെമ്പർമാർ അവരുടെ കഴിവിൻ്റെ പരമാവധി വികസനങ്ങൾ നമ്മുടെ മഞ്ഞപ്പാറ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. വിശിഷ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള നൗഷാദ്, അതിനുശേഷം വന്നിട്ടുള്ള സഖാവ് ജമീല, ഇവരെല്ലാം തന്നെ നമ്മുടെ വാർഡിൻ്റെ അടിസ്ഥാന വികസനങ്ങളിലാണ് കൂടുതലും ശ്രദ്ധ ചെലുത്തിയിട്ടുള്ളത്. അതായത് റോഡ് വികസനം, അതുപോലെ അംഗൻവാടികൾ, മറ്റ് സ്ഥാപനങ്ങൾ, സ്കൂളുകൾക്ക് ടോയ്ലറ്റ് പണി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ, അതിൽ വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ട് നല്ല പ്രവർത്തനമാണ് അവർ കാഴ്ചവെച്ചിട്ടുള്ളത്. അത് ഇവിടുത്തെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ തൊഴിലാളി വർഗം, തൊഴിലുറപ്പ് തൊഴിലാളികൾ, അതുപോലെ മറ്റ് തൊഴിലാളികൾ, ഇവർക്കെല്ലാം ഊന്നൽ നൽകിക്കൊണ്ട് അവരുടെ കുടുംബങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് വളരെ പ്രാധാന്യത്തോടു കൂടിയുള്ള വികസനങ്ങളും ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് 33 കുടുംബശ്രീ യൂണിറ്റുകളാണ് നമ്മുടെ വാർഡിലുള്ളത്. വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഓരോ കുടുംബങ്ങൾക്കും വാങ്ങിച്ച് നൽകുന്നതിൽ നമ്മുടെ മെമ്പർ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് മുന്നണിയുടെ സഹായത്തോടു കൂടി, മുന്നണിയുടെ പ്രവർത്തകരുടെ സഹായത്തോടു കൂടിയാണ് ഇതെല്ലാം നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ നൽകിയിട്ടുള്ള കുടുംബങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ ഓരോ ആനുകൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് അർഹതയുള്ള ആനുകൂല്യങ്ങളാണ്. ചിലർക്ക് പോത്തുകുട്ടിയാവാം, ചിലർക്ക് ആട്ടുംകുട്ടിയാകാം, ചിലർക്ക് കൃഷി സംബന്ധമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാകാം. അതുപോലെയുള്ള
വളരെ ശക്തമായ പോരാട്ടമാണ് ഈ വാർഡിൽ നടക്കുന്നത്. അപ്പോൾ എത്രത്തോളം വിജയ ശതമാനം? 100% വിജയ പ്രതീക്ഷയാണുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനത്തിൻ്റെ ശോചനീയ അവസ്ഥ ഈ വാർഡിലുള്ള ജനങ്ങൾ കണ്ട് മനസ്സിലാക്കിയതാണ്. തീർച്ചയായും അതൊരു വിലയിരുത്തലായി മാറിയിട്ടുണ്ട്. അത് 100% വോട്ടായി മാറുമെന്നുള്ള ശുഭ പ്രതീക്ഷയിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് 100% വിജയപ്രതീക്ഷ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ വിജയിക്കുകയാണെങ്കിൽ എന്തെല്ലാം വികസന പദ്ധതികൾ മഞ്ഞപ്പാറയിൽ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്? ഒരുപാട് കാര്യങ്ങളിൽ മഞ്ഞപ്പാറയിൽ അപര്യാപ്തതയുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മഞ്ഞപ്പാറയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? മഞ്ഞപ്പാറയിൽ കഴിഞ്ഞ 20 വർഷങ്ങളായി നടക്കുന്ന പ്രവർത്തനങ്ങൾ ഏകദേശം 40 വർഷം പിന്നിലോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം. വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ മഞ്ഞപ്പാറയിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളായിട്ടുള്ള ഒരു സ്ഥാപനങ്ങളും മഞ്ഞപ്പാറയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുകയോ അങ്ങനൊരു സ്ഥാപനം നിലവിൽ മഞ്ഞപ്പാറയിൽ ഇതുവരെ 20 വർഷങ്ങളായിട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഒരു മാവേലി സ്റ്റോർ, അങ്ങനെയുള്ള നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്ഥാപനങ്ങളും മഞ്ഞപ്പാറയിൽ ഇതുവരെ ഈ 20 വർഷങ്ങളിലായി എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിലവിൽ മഞ്ഞപ്പാറയിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലുള്ള ഏതൊക്കെ സ്ഥാപനങ്ങൾ ഏതൊക്കെ രീതിയിൽ അത് മഞ്ഞപ്പാറയിൽ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് അതിനുവേണ്ടി ഉള്ള നടപടികൾ 100% സ്വീകരിക്കും. ആ സ്ഥാപനങ്ങൾ മഞ്ഞപ്പാറയിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. പിന്നെ നമുക്ക് പറയാനുള്ളത്, അതായത് ഈ കാലാകാലങ്ങളായി നമുക്ക് ഒരു വോട്ട് ബാങ്കുണ്ട്. ആ വോട്ട് ബാങ്ക് വെച്ച് നമ്മളങ്ങ് ജയിച്ചു പോകും. ജനങ്ങൾ വെറും ഒരു ചിന്താശക്തി ഇല്ലാത്ത രീതിയിലാണ് ജനങ്ങളെ ഇപ്പോൾ അവർ കാണുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റം മാറണമെന്ന് ജനങ്ങൾ തന്നെ ചിന്തിച്ചു തുടങ്ങിയ ഒരു സമയത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതിനനുസൃതമായി ഞാൻ വിജയിച്ച് വരികയാണെങ്കിൽ, ആ മാറ്റം സംഭവിക്കുകയാണെങ്കിൽ 100% മഞ്ഞപ്പാറയുടെ വികസനത്തിനായി പ്രവർത്തിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ ശ്രവിച്ച നല്ലവരായ വോട്ടർമാരെ, ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടുകളും രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വളരെ വിനീതമായി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ ഞാൻ വിജയിച്ചാൽ എന്നും എപ്പോഴും നിങ്ങളുടെ ഏതൊരാവശ്യത്തിനും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ വാക്ക് തരുന്നു. രണ്ട് സ്ഥാനാർത്ഥികൾക്കും പറയാനുള്ളത് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇരു മുന്നണികളും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. അന്തിമ വിജയം ആർക്കൊപ്പമായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങളുമായി ഞങ്ങളെത്തും. സ്റ്റേ ട്യൂൺഡ് ഓൺ മഞ്ഞപ്പാറ ഓൺലൈൻ.